പാട്ട് പാടുന്ന കേട്ടിട്ട് പാട്ട് പാടിയാണ് പ്രപ്പോസ് ചെയ്യുന്നതും. ഓക്കെ. ഒരു ബ്രേക്ക് എടുത്തല്ലേ എന്നായി. അതെ അതെ. അല്ല, ആക്ച്വലി എനിക്കത് എന്നെ വിളിച്ചപ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാൻ ജോബിയോട് അന്നേരം തന്നെ പറഞ്ഞ, ജോബി ഞാൻ വരാം. അടിപൊളി. അപ്പൊ കെസ്റ്ററിന്റെ ഫീമെയിൽ വേഷം അതിൽ നമുക്ക് തന്നെ ഒരു സമാധാനം കിട്ടുമല്ലോ, നമുക്ക് തന്നെ ഒരു സന്തോഷം കിട്ടുമല്ലോ. ലൈക്ക് നമ്മള് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്. ചേച്ചിക്ക് പാടി തന്നപ്പോഴും സോങ് എനിക്ക് ട്യൂൺ നല്ല ഇഷ്ടമായതുപോലെ തന്നെ അതിന്റെ ലിറിക്സും നല്ല ടച്ചിങ്. ഹായ്, ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ലൈഫ് അൺഫിൽറ്റേഡ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് റീൽസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ആണെങ്കിൽ നമ്മൾ റീസെൻ്റ്ലി പരിചയപ്പെട്ട ഒരു ഫ്രണ്ടാണ്. അപ്പം ആള് അടിപൊളിയായിട്ട് പാട്ട് പാടുന്നു. എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടേക്കുക, കൊച്ചിൻ്റെ കൂടെയൊക്കെ ഇരുന്നിട്ട് പാട്ട് പാടി ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടേക്കുക. അപ്പം ഞാൻ ഇതുവരെ പാട്ട് പാടി കണ്ടിട്ടില്ല. പരിചയപ്പെട്ടിട്ട് കുറച്ച് നാളായി, പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു പാട്ട് പാടി കണ്ടിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇത്രയും അടിപൊളിയായിട്ട് പാടുന്ന ഒരാൾ എൻ്റെ അടുത്തുണ്ട്. അപ്പം എന്തുകൊണ്ട് നമ്മുടെ ചാനലിൽ നമുക്കൊന്ന് വിളിച്ച് ഒരു ഗസ്റ്റായിട്ട് വിളിച്ചുവിടാമെന്ന്. അപ്പോൾ അങ്ങനെ നമ്മുടെ കൂടെ ഇന്ന് ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ അഞ്ജലിയാണ്. അഞ്ജലിനെ നമുക്ക് ലൈഫ് അൺഫിൽറ്റേഡിലേക്ക് സ്വാഗതം ചെയ്യാം. അഞ്ജലി, വെൽക്കം ടു ലൈഫ് അൺഫിൽറ്റേഡ്. കുറേ നാളായി പരിചയപ്പെട്ടിട്ട് അല്ലേ? നമുക്കിപ്പോൾ ഏകദേശം ഒരു വർഷത്തോളമായി പരിചയപ്പെട്ടിട്ട്. ഇതുവരെ പാട്ട് പാടി കണ്ടിട്ടില്ല. എന്തുകൊണ്ട് ഇത്ര നാളായിട്ട് പാട്ട് പാടാത്തത്? പാട്ട് പാടാൻ ഒരു അവസരം നമ്മളെപ്പോഴും കാണുമ്പോൾ എന്തെങ്കിലും ഒരു അതെ അതെ. അപ്പൊ അന്നേരം ഒരു പാട്ടിന്റെ ഒരു ഇത് വരുന്നില്ല. നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോഴാണെങ്കിലും എല്ലാവരും സംസാരിക്കുന്നു, പോകുന്നു. അങ്ങനെ പാട്ട് പാടാറുണ്ടായിരുന്നു? എന്തെങ്കിലും പ്രോഗ്രാംസിനൊക്കെ പാട്ട് പാടാറുണ്ടായിരുന്നു? പിന്നെ ചെറുതലേ തൊട്ടേ എല്ലാ പരിപാടിക്കും എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും പാട്ട് പാടും. അങ്ങനെ അങ്ങനെ പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പം ആ ഒരു ബ്രേക്കായി. അതെ അതെ, ബിസി ലൈഫായി, കല്യാണം കഴിച്ച കുട്ടികളായി, അങ്ങനെ 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 ഓരോരോ കാര്യങ്ങളായപ്പോഴത്തേനും പാട്ടങ്ങ് പെതുക്കെ ഒരു സൈഡിലോട്ടങ്ങ് പോയി. പിന്നെ ഇപ്പം എനിക്ക് തോന്നി ഒരു ബ്രേക്ക് എടുത്തല്ലേ എന്നായി. അതെ അതെ. അങ്ങനെയാണ് നമ്മൾ എന്നാ ഒരു പാട്ടൊക്കെ പാടി അങ്ങോട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇടാം. ഇത് അപ്പോൾ ഒരു പാട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആൾക്കാർ പറഞ്ഞു കൊള്ളാം ഇട്. അങ്ങനെ മോട്ടിവേഷൻ ആയപ്പോൾ അടുത്തൊരു പാട്ട് കൂടെ ഇട്ടു. അപ്പൊ ഇനിയും കുറെ പാട്ടുകൾ. അതെ, ആദ്യമായിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട പാട്ട് ഒന്ന് കേൾക്കാൻ പറ്റുമോ? പിന്നെന്താ, അത് പാടാം. ഇന്ന് അഞ്ജലിക്ക് അപ്പം നമുക്ക് വേണ്ടിയിട്ട് കീബോർഡ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്ന നമ്മുടെ ആദ്യ എപ്പിസോഡുകളിൽ ഉണ്ടായിരുന്ന ആൽഫ്രഡ് തന്നെയാണ്. വീണ്ടും ആൽഫ്രഡിനെ നമുക്ക് നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം ചെയ്യാം. ആൽഫ്രഡ്, വെൽക്കം ബ്രോ. താങ്ക് യു. ഓക്കെ, നമുക്കിപ്പം പാട്ടിലേക്ക് കിടക്കാം. കോവിലിൽ പുലർവേളയിൽ ജയദേവ ഗീതാലാപനം കേവലാനന്ദാമൃത തിരയാഴിയിൽ നീരാടി നാം പുത്തിലന്നീ ചോട്ടിൽ മലർമുത്തു കോർക്കാൻ പോകാം. ആനകേറാമെട്ടിൽ ഇനിയായിരത്തിരി കൊളുത്താം. ഇനിയുമേ കഥകളിൽ ഇളവേൽക്കാൻ മോഹം. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്ത്രയിൽ. സ്നേഹാർദ്രമാം ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ. നിൻ മൗനമോ പൂമാനമായി, നിൻ രാഗമോ ഭൂപാളമായി, എൻ മുന്നിൽ നീ പുലർകന്യയായി. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്ത്രയിൽ. അടിപൊളി പാട്ടായിരുന്നു, സൂപ്പറായിരുന്നു. അപ്പം താങ്ക് യു സോ മച്ച്. എന്താണേലും ഞാൻ വിളിച്ചപ്പോൾ തന്നെ നമുക്ക് ചാനലിലേക്ക് വരികയും ഒരു ഇൻ്റർവ്യൂ ഒക്കെ തരാനൊക്കെ ആയിട്ട് മനസ്സ് കാണിച്ച് തീർത്ത് നന്ദി പറയുന്നു. അല്ല, ആക്ച്വലി എനിക്കത് എന്നെ വിളിച്ചപ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാൻ ജോബിയോട് അന്നേരം തന്നെ പറഞ്ഞ, ജോബി ഞാൻ വരാം. അപ്പോൾ നമുക്കിനി കുറച്ച് വിശേഷങ്ങൾ, അഞ്ജലി വിശേഷങ്ങൾ കേൾക്കാം. അപ്പം നാടെവിടെയാണ്, വീട്ടിൽ ആരൊക്കെയുണ്ട്, ഇപ്പം എന്ത് ചെയ്യുന്നു, ഇപ്പം എവിടെയാണ്? ഞാൻ പത്തനംതിട്ട ജില്ലയിൽ തുമ്പമൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. തുമ്പമൺ. അവിടെയുള്ള ആ സ്ഥലത്താണ് ജനിച്ചത്. അവിടെ അടുത്തുള്ളൊരു സ്കൂളിൽ തന്നെയാണ് പഠിച്ചതും. പിന്നെ കോളേജ് കഴിഞ്ഞു. കോളേജ് ചെങ്ങന്നൂരാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ ജോലി വേണമല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നു.
വീട്ടുകാരെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ പാരൻസ്, അച്ഛയും അമ്മയും ഉണ്ട്. രണ്ടുപേരും അത്യാവശ്യം നല്ലതായിട്ട് പാട്ടൊക്കെ പാടുന്ന ആൾക്കാരാണ്. വെറുതെ അല്ല ഇത്ര അടിയിലായിട്ട് പാട്ട് പാടുന്നത്. അപ്പം അവർ രണ്ടുപേരും ഗവൺമെൻറ് എംപ്ലോയീസ് ആണ്. അപ്പം അവരവിടെ നാട്ടിലാണ് ഇപ്പം. ഞാൻ ഇവിടെ വന്നു. അല്ല, എനിക്കൊരു ബ്രദറുണ്ട്. ബ്രദറും ഇവിടെ ഉണ്ട്, യു എയിലുണ്ട്. സോ പിന്നെ ഇവിടെ വന്നു, കല്യാണം കഴിഞ്ഞു, ഇപ്പം 2 കുട്ടികളുണ്ട്. അങ്ങനെ ഒരു ബിസി ലൈഫായിട്ട് ഇങ്ങനെ അതിനിടയ്ക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ഹംറിയയിലാണ്, ഷാർജ ഹംറിയ ഫ്രീ സോണിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം കൊച്ചുങ്ങളെ നോക്കണം, ജോലിക്ക് പോകണം, എല്ലാം കൂടിയിട്ട് പാട്ട് അതിൻ്റെ അകത്ത് ഇല്ലാണ്ടായി. അതെ അതെ, അങ്ങനെ ഒരു ഫേസിൽ ഇതൊന്നും വേണ്ട, എങ്ങനെയും ഇതൊക്കെ അങ്ങ് നോക്കി നടത്തിയാൽ മതി എന്നുള്ള രീതിയിൽ ഇങ്ങനെ അങ്ങ് പോവായിരുന്നു. പിന്നെ എനിക്ക് തന്നെ തോന്നി, എനിക്ക് അത്യാവശ്യമൊക്കെ പാടാൻ പറ്റുന്നുണ്ടല്ലോ, എന്നാ എവിടെയെങ്കിലും ഒക്കെ പാടിയിടാം. നമുക്ക് തന്നെ ഒരു സമാധാനം കിട്ടുമല്ലോ, നമുക്ക് തന്നെ ഒരു സന്തോഷം കിട്ടുമല്ലോ. ലൈക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്, പിന്നെ നമുക്ക് ഒരിക്കലും വിഷമിക്കാൻ തോന്നല്ല, ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. അങ്ങനെ ഒരു ഫീല് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോഴെങ്കിലും എന്തെങ്കിലും 2-3 പാട്ടൊക്കെ പാടിയിടാമെന്ന് കരുതി ചെയ്യുന്നത്. ഓക്കെ. അപ്പം വീട്ടിൽ അപ്പൻ അമ്മ പാട്ടുകാരാന്ന് പറഞ്ഞു. അത്യാവശ്യം പാടും. ഫാദർ എഴുതും, സംഗീതം ചെയ്യും. പുള്ളി ഒരു 10-20 പാട്ടോളം ഡിവോഷണൽ, ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സ് എഴുതി ട്യൂൺ ചെയ്ത് നമ്മൾ CD റിലീസ് ചെയ്തിട്ടുണ്ട് 2 തവണയായിട്ട്. ഓക്കെ. അത്രയും വലിയൊരു പാരമ്പര്യത്തിൽ നിന്ന് കടന്നു വരുന്നതാണ്, ആരും പറഞ്ഞില്ല. ഒരു ചെറിയൊരു ഇതാണ് ഒരു ആണല്ലേ. അപ്പം അങ്ങനെ അപ്പം കമ്പോസ് ചെയ്തതിലൊരു പാട്ട് നമുക്ക് വേണ്ടി പാടാൻ പറ്റുമോ? പിന്നെന്താ പാടാൻ. അത് ആക്ച്വലി ഫസ്റ്റ് CD റിലീസ് ചെയ്തപ്പോൾ അതിന്റെ ഇതിന്റെ പേര് തന്നെ കൃപയാൽ എന്നാ. അപ്പൊ അതിന്റെ ആദ്യത്തെ ടൈറ്റിൽ സോങ് ആണ് കൃപയാൽ എന്ന് പറയുന്ന പാട്ട്. അതിന്റെ ഫീമെയിൽ വെർഷൻ എന്നെ കൊണ്ടാണ് പപ്പ പാടിപ്പിച്ചത്. പിന്നെന്താ. കൃപയാൽ എന്നെ നടത്തി അനുദിനവും പാലിക്കുന്നു, കൃപയാൽ എന്നെ നടത്തി അനുദിനവും പാലിക്കുന്നു. അനർത്ഥങ്ങളിൽ നിന്നും അകറ്റി എന്നെ തിരു കരത്താൽ വഹിക്കുന്നവൻ, അനർത്ഥങ്ങളിൽ നിന്നും അകറ്റി എന്നെ തിരു കരത്താൽ വഹിക്കുന്നവൻ, കൃപയാൽ എന്നെ നടത്തി അനുദിനവും പാലിക്കുന്നു, കൃപയാൽ എന്നെ നടത്തി അനുദിനവും പാലിക്കുന്നു. ഈശാനമൂലൻ അടിക്കുമ്പോൾ ജീവിത പടക് തകരുമ്പോൾ, ഈശാനമൂലൻ അടിക്കുമ്പോൾ ജീവിത പടക് തകരുമ്പോൾ, ഭയപ്പെടേണ്ട അരുളിയവൻ, ഭയപ്പെടേണ്ട അരുളിയവൻ തിരുമാർവിൽ അണയ്ക്കുമെന്നെ, തിരുമാർവിൽ അണയ്ക്കുമെന്നെ, കൃപയാൽ എന്നെ നടത്തി അനുദിനവും പാലിക്കുന്നു. അടിപൊളിയാണ്. ഇപ്പം ജസ്റ്റ് അല്ലേ അവന് പറഞ്ഞു കൊടുത്ത പറഞ്ഞു കൊടുത്തോളൂ. സൂപ്പറായിട്ട് വായിച്ചാൽ അടിപൊളിയായിരുന്നു, ഇൻസ്റ്റന്റ് ആയിട്ട്. ചേച്ചി എനിക്ക് പാടി തന്നപ്പോഴും സോങ് എനിക്ക് ട്യൂൺ നല്ല ഇഷ്ടമായതുപോലെ തന്നെ എൻ്റെ ലിറിക്സും നല്ല ടച്ചിങ് ആണ്. ലിറിക്സ് ഞാനും ആദ്യം വിചാരിച്ചു ഈ പാട്ട് കീബോർഡ് ഇല്ലാതെ പാടേണ്ടി വരുമായിരിക്കും, പക്ഷെ പെട്ടെന്ന് തന്നെ ആൽഫ്രഡ് അത് ക്യാച്ച് ചെയ്തിട്ട്. താങ്ക് യു. അപ്പൊ ഏത് ലാംഗ്വേജാണ് പഠിപ്പിക്കുന്നത്? എന്താ ടീച്ചറാന്നല്ലേ പറഞ്ഞേ? അല്ല, അമ്മയാ ടീച്ചർ. അമ്മ ടീച്ചർ. അല്ലെ, വാക്കുകൾ കേട്ടിട്ടേ
അടിപൊളി ലിറിക്സ് ഇല്ല, ആണല്ലോ. പപ്പ നല്ല ഒരു എന്നുവെച്ചാൽ ഒരു പ്രാസംഗികനാ. ആ, ഈ okay. പള്ളിയിലൊക്കെ ആണേലും നല്ല അടിപൊളിയായിട്ട് പ്രസംഗിക്കും. അത് വെറുതെ അല്ല, അടിപൊളി ലിറിക്സ്, അതുപോലെ നല്ല സംഗീതം. അപ്പം ഈ സമയത്ത് നമുക്ക് അപ്പയ്ക്ക് വേണ്ടിയിട്ട് ഈ പാട്ട് ഡെഡിക്കേറ്റ് അത് ചെയ്യാം. തന്നെ, അത് തന്നെ. അപ്പൊ അപ്പയ്ക്ക് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാവും. അതെ. ഓക്കെ, അപ്പൊ എനിവേ നല്ല അടിപൊളി പാട്ടായിരുന്നു. മ്യൂസിക് നല്ലതായിരുന്നു, ലിറിക്സ് നല്ലതായിരുന്നു, അഞ്ജലി പാടിയത് വളരെ മനോഹരമായിരുന്നു. കുറച്ചുകൂടെ പാട്ടുകൾ എഴുതി കഴിഞ്ഞപ്പം പുള്ളിക്ക് വീണ്ടും അതൊന്നുകൂടെ ഒന്ന് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ ഈ KG മർക്കോസ് സാറിനെയും കെസ്റ്ററിനെയും ഒക്കെ വെച്ചിട്ട് ഈ CD-യിൽ തന്നെ കുറച്ചുകൂടെ പാട്ടുകൾ കൂട്ടിയിട്ട് വീണ്ടും അത് റിലീസ് ചെയ്തു. അത് സെയിം CD തന്നെ അഡീഷണൽ പാട്ട് ആഡ് ചെയ്തിട്ട് കൃപയാലൻ തന്നെയാണ് എൻ്റെ പേര്. അപ്പൊ ഒരു CD കൂടെ മാർക്കോസ് ഒക്കെ പാടിയിട്ട്. ആരൊക്കെ പാടിയായിരുന്നു അതിൻ്റെ അകത്ത്? അതിലൊന്ന് ഞാനിപ്പോൾ പാടിയേക്കുന്ന ഈ കൃപയാൽ എന്ന് പറഞ്ഞ പാട്ടിന്റെ മെയിൽ വേർഷൻ പാടിയേക്കുന്നത് കെസ്റ്റർ. എന്നോ അടിപൊളി. അപ്പൊ കെസ്റ്ററിന്റെ ഫീമെയിൽ വേർഷൻ പാടിയാണ്. അതിൽ എനിക്ക് തോന്നുന്നു ഫീമെയിൽ വേർഷൻ ഇല്ലായിരുന്നു. അതിന്റെ ഇല്ല, അതിൽ ഞാനല്ല ഈ പാട്ട് പാടിയേക്കുന്നത്, ഞാൻ വേറൊരു പാട്ടാ പാടിയേക്കുന്നത്. എനിവേ അടിപൊളിയായിരുന്നു, പാട്ട് അടിപൊളിയായിരുന്നു. ചെറുപ്പത്തിൽ സംഗീതം പഠിക്കാൻ പോയിട്ടുണ്ടോ? കുറച്ച് നാളൊക്കെ സംഗീതം പഠിക്കാൻ പോയി. ശാസ്ത്രീയ സംഗീതം? അതെ, ക്ലാസിക്കൽ കുറച്ച് നാളൊക്കെ പഠിക്കാൻ പോയിട്ടുണ്ട്. വീട്ടിൽ തന്നെ പേരൻസ് പഠിപ്പിക്കണോ? വീട്ടിൽ വന്ന് പഠിപ്പിക്കുമായിരുന്നു. പേരൻസ് എങ്ങനെ സംഗീതമൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഇല്ലില്ല, അവർ പഠിച്ചിട്ടില്ല. ഓക്കെ. അപ്പം എത്ര നാൾ പഠിച്ചു? അങ്ങനെ എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊരു പഠിക്കുമല്ലായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ഒക്കെ എടുത്തായിരുന്നു പഠിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു 2 വർഷമൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്തതായിട്ടൊരു പാട്ടിലേക്ക് കിടക്കാം. അപ്പം ഈ പാട്ടിൽ എന്തെങ്കിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട, എനിക്ക് ഒത്തിരി ഓർമ്മകളുള്ള ഒരു പാട്ട്, അങ്ങനെ ഒരു പാട്ട് നമുക്ക് ഉണ്ടാവുമല്ലോ, ഒരു ഗായികയാകുമ്പം അങ്ങനെ എന്തെങ്കിലും ഓർമ്മകളുള്ള അങ്ങനെ ഒരു പാട്ട്? ഒരുപാട് പാട്ടുകളുണ്ട്, ഒരു പാട്ട് ഞാൻ പാടാം. ഏതാ പാട്ടേതാ? വെണ്ണില ചന്ദന കിണ്ണം, അടകി രാമനിലെ യേശുദാസ് പാടിയ പാട്ട്, വിദ്യാജിയുടെ സംഗീതത്തിലുള്ള പാട്ട്. നല്ല പാട്ടാ, അടിപൊളി. കേൾക്കാം. പിന്നിൽ വന്നു കണ്ണു പൊത്താം, കണ്ടുവെന്നു കള്ളം ചൊല്ലാം, കാണാത്ത കഥകളിലെ രാജാവും റാണിയുമാവാം, ഓണവില്ലു കൈകളിലേന്തി ഊഞ്ഞാലാടാം, പീലിമീട്ടുന്ന കോലമയിലായി മുകിലോടുന്ന മെട്ടിലൊളിക്കാം, സ്വർണ്ണമീനായി നീന്തി തുടിക്കാം, വഞ്ചിപ്പാട്ടിന്റെ വെണ്ണിലേറാം, വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ, മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് ആറ്റക്കിളി പോകും നേരം, മഞ്ഞണി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ, കാലിമേയുന്ന പുല്ലാനിക്കാട്ടിൽ കണ്ണിമാങ്ങ കടിച്ചു നടക്കാം, കാറ്റിൻ പാദസരങ്ങൾ കേൾക്കാം, കുന്നി മഞ്ചാടി കുന്നിലേറാം. ഓക്കെ. പാട്ട് പോലെ തന്നെ അഞ്ജലിയുടെ ചിരി അടിപൊളിയാ. പാട്ട് പാടുമ്പോൾ മുഖത്ത് നല്ല ചിരിയാ, നല്ല രസമുണ്ട്. എല്ലാവരും പാടുമ്പോൾ അങ്ങനെ മുഖത്ത് ചിരി ഉണ്ടാവാറില്ല. അപ്പം അഞ്ജലിനെ പാട്ട് പാടുമ്പോൾ ചിരി അടിപൊളിയായിട്ടുണ്ട്, കാണാൻ നല്ല. ചെറുപ്പത്തിൽ മുതൽ പാടുന്നല്ലേ പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാംസിനൊക്കെ പോയിട്ടുണ്ടോ? അതെ, സ്കൂളിൽ കോമ്പറ്റീഷൻസിലെല്ലാം അന്ന് നമ്മൾ ലളിതഗാനം, പദ്യപാരായണം അങ്ങനെയൊക്കെയാണല്ലോ, അങ്ങനെയൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, പ്രൈസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇഷ്ടംപോലെ ഒരു അത്രയ്ക്കൊന്നും ഇല്ല. അനിയൻ കീബോർഡ്, അനിയൻ കീബോർഡിസ്റ്റ് ആണ്. അതെ അതെ. ഓക്കെ, അപ്പൊ പിന്നെ കുഴപ്പമില്ല, നിങ്ങൾ കീബോർഡ് വായിക്കുന്നു. അങ്ങനെയായിരുന്നു നമ്മൾ പള്ളിയിൽ. അങ്ങനെ നമ്മളൊരു ഫാമിലി ആയിട്ട് തന്നെ ചെല്ലുന്നത് പള്ളിയിൽ. അമ്മയുണ്ടാവും പാടാന്, ഞാന്, എൻ്റെ ബ്രദർ കീബോർഡ്. നമ്മള് പള്ളിയിലെ കൊയറെല്ലാം അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ പിന്നെ പള്ളിക്ക് വേറെ ആരും നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങളൊരു ഫാമിലി ഉണ്ടെങ്കിൽ പരിപാടി കഴിഞ്ഞു. അപ്പം നിങ്ങൾ എന്തെങ്കിലും അനിയനും അഞ്ജലിയായിട്ട്, അനിയന്റെ പേരെന്താ? അശ്വിനും അഞ്ജലിയായിട്ട് എന്തെങ്കിലും കവറൊക്കെ ചെയ്തിട്ട്? അങ്ങനെ വീഡിയോ ഒന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല, പ്രോഗ്രാംസിനെല്ലാം പോയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും കൂടെ പാട്ടും. വേറെ ഈ സ്കൂളും ഇതും അല്ലാണ്ട് പള്ളി അല്ലാണ്ട് വേറെ എന്തെങ്കിലും പെർഫോമൻസ് അങ്ങനെ കാര്യങ്ങൾ ചെയ്യാറുണ്ടായിരുന്നോ? കോളേജില് ബാൻഡിലുണ്ടായിരുന്നു. അപ്പം 1-2 പ്രോഗ്രാംസ് ഒക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്, പുറത്ത് പോയിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബാൻഡിൽ പാടുന്ന കേട്ടിട്ട് ആരെങ്കിലും ഒന്ന് പ്രപ്പോസ് ചെയ്യാൻ? അങ്ങനെയൊന്നും ഇല്ല. ഇല്ല. ഓക്കെ. അപ്പം എന്നാലും ആരാധകരുണ്ടായിരുന്നു അല്ലേ? പാട്ട് പാടാൻ എപ്പോഴും ആൾക്കാർ വന്നിട്ട് ഒരു പാട്ട് പാടാമോ എന്ന് എപ്പോഴും അതിപ്പോഴും ആൾക്കാർ വന്നിട്ട് ചോദിക്കുന്ന ഒരു കാര്യം തന്നെ. അങ്ങനെ ഇപ്പം കല്യാണം കഴിച്ചിട്ടുണ്ടോ അല്ലേ പറഞ്ഞേ? അങ്ങനെയാണോ കല്യാണത്തിലേക്ക് എത്തിയത്?
അങ്ങനെയൊക്കെയാണെന്ന് പറയാം. അങ്ങനെയാണ്. അപ്പൊ ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻ തെറ്റില്ല. അതെ, പാട്ട് പാടുന്ന കേട്ടിട്ട് പാട്ട് പാടിയാണ് പ്രപ്പോസ് ചെയ്യുന്നതും ഓക്കെ. അവസാനം ലവ് മാരേജ് ആയിരുന്നു. അതെ അതെ. എനിക്ക് പരിചയമുള്ളായിരുന്നു, എൻ്റെ ഫാമിലി ഫ്രണ്ട് ആയിരുന്നു. അപ്പം പാട്ട് പാടുമെന്ന് മനസ്സിലാക്കിയിട്ട് അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് കൂടി അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും കാണുന്നോളം വരെ ബൈ ബൈ.